ഫേസ് ക്രീം മാറ്റിവെച്ചതുമായി തർക്കത്തെ തുടർന്ന് എറണാകുളം പനങ്ങാട് മാതാവിനെ മർദ്ദിച്ച് വാരിയല് തകർത്ത മകൾ പിടിയിലായി. വയനാട് നിന്നാണ് നിവിയെ പോലീസ് പിടികൂടിയത്. കൊലപാതകം, കഞ്ചാവ് കേസുകൾ പ്രതിയാണ് നിവിയ. ഇന്ന് ചാനലിലൊക്കെ കണ്ടൊരു വാർത്തയാണ്. 30 വയസ്സുള്ള നിവ്യ എന്നു പേരുള്ള ഒരു മകള് സ്വന്തം അമ്മനെ അതിക്രൂരമായി മർദ്ദിച്ച് വാരിയെല്ല് അടിച്ചു പൊട്ടിച്ചു. അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അമ്മയെ ചെയ്യാത്ത അക്രമങ്ങളൊന്നുമില്ല. ഒടുവിൽ എറണാകുളം പനങ്ങാടുള്ള ഈ നിവ്യ എന്ന് പേരുള്ള 30 വയസ്സുള്ള ഈ യുവതിയെ വയനാട് വെച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരുപാട് ക്രിമിനൽ കേസുകളെ പ്രതിയാണ്, കൊലപാതക കേസിലെ പ്രതിയാണ്, ലഹരി കേസിലെ പ്രതിയാണ്, ഗുണ്ടാലിസിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയുന്നത്. ഈ മകൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയിട്ടുണ്ടാവുക? ഒരു മകളും ക്രിമിനലായിട്ട് ജനിക്കില്ല. വീട്ടിലെ സാഹചര്യങ്ങൾ, ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മെ ക്രിമിനലുകളോ നല്ല മനുഷ്യരോ ഒക്കെ ആക്കി മാറ്റുന്നത്. എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചൊരു കഥയുണ്ട്. രണ്ട് കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഒരു തോട്ടത്തിൽ നല്ല ചക്കരമത്ത, തണ്ണിമത്തൻ വിളവെടുത്തിങ്ങനെ നിൽക്കുകയാണ്. വിളവെടുപ്പ് പൂർത്തിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ പൊട്ടിച്ചോണ്ടേ നല്ല മധുരമാണ്. 2 പേരും ഓരോ തണ്ണിമത്തൻ മുതലാളി ഉടമ കാണാതെ പൊട്ടിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. ഒന്നാമൻ്റെ അമ്മ അത് കണ്ടപ്പോൾ പറഞ്ഞു, പൊന്നു മോനെ, നീ ചെയ്ത് തെറ്റല്ലേ, മറ്റൊരുത്തൻ്റെ മുതൽ നമ്മൾ എടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ഈ തണ്ണിമത്തൻ അതിൻ്റെ ഉടമക്ക് കൊണ്ടുപോയി കൊടുക്കാം. ഈ മകനുമായിട്ട് മുതലാളിയുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ മകൻ അറിയാതെ എടുത്തു പോയതാണ്, ക്ഷമിക്കണം, ഈ ചക്രമത്ത നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ ശരി ആയിക്കോട്ടെ. ഇനി രണ്ടാമത്തെ ഒരമ്മ എന്താ ചെയ്തതെന്നറിയോ? മകൻ ഈ ചക്രമത്തൊക്കെ ഇട്ട് വന്നു ഈ കമ്മച്ച് എവിടുന്നാടാ ചക്രമത്ത? ഇത് അങ്ങേ തലക്ക് വേലായുധൻ്റെ പറമ്പിൽ നിന്ന് എടുത്താണ്. അടിപൊളിയായി, ഒരു കാര്യം ചെയ്യും, നമുക്കൊന്ന് തിന്നോക്കാമെന്ന് പറഞ്ഞു. ഇത് മുറിച്ചോക്കുമ്പോൾ നല്ല മധുരമുള്ള അടിപൊളി ചക്രമത്ത. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മകൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ഓരോന്നെടുത്ത് കൊണ്ടുവരുന്നതൊക്കെ അത്യാവശ്യം തിന്നുന്ന വസ്തുക്കൾ പാടത്തെ കൃഷിയിൽ നിന്നാണ്. അതിൽ തണ്ണിമത്തനുണ്ട്, വെള്ളരിക്കയുണ്ട്, കുമ്പളങ്ങയുണ്ട്, വെണ്ടയുണ്ട്. ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ അമ്മ അതൊക്കെ കറി വെക്കാനും മറ്റും യൂസ് ചെയ്യും. കാലങ്ങൾ കഴിഞ്ഞു. ഒന്നാമത്തെ മകൻ പഠിച്ചൊരു വക്കീലായി, പിന്നെ ജഡ്ജിയായിട്ട് മാറി. രണ്ടാമത്തവൻ നല്ലൊരു മോഷ്ടാവായിട്ട് മാറി. ഒരിക്കൽ ഈ ജഡ്ജിയുടെ മുന്നിലേക്ക് ഈ ഒരു മോഷ്ടാവിനെ ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നോക്കുമ്പോൾ ആ മോഷ്ടാവ് തിരിച്ചറിയാണ് താനിരിക്കുന്ന കോടതിയിലുള്ള തൻ്റെ മുകളിലെ ജഡ്ജി തൻ്റെ കൂടെ പഠിച്ച ആ നല്ല സഹപാഠിയാണ് എന്നുള്ളത്. മോഷണത്തിന് ശിക്ഷ വിധിക്കുമ്പോൾ ഈ മോഷ്ടാവ് പറഞ്ഞു, എൻ്റെ അമ്മയെ കൂടി ശിക്ഷിക്കണം എന്നുള്ളത്. അമ്മയെ കൂടി ശിക്ഷിക്കണം. അപ്പോൾ ഈ ജഡ്ജി ചോദിക്കുകയാണ്, എന്തിനാണ് നീ മോഷ്ടിച്ചതിൻ്റെ അമ്മയെ ശിക്ഷിക്കണം? അപ്പോഴാണ് ഈ മോഷ്ടാവ് ഈ കഥ പറഞ്ഞത്, അന്ന് ആ ഒരു തണ്ണിമത്തൻ മോഷ്ടിച്ചന്ന് നിങ്ങളെപ്പോലെ എന്നെ ഗുണദോഷിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു മോഷ്ടാവാവില്ലായിരുന്നു, ഒരു ക്രിമിനലാകില്ലായിരുന്നു. ഇന്ന് ഞാൻ ക്രിമിനലാവാൻ കാരണം എൻ്റെ അമ്മയാണ്. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നടക്കുന്നത്. നമ്മുടെ വളർത്തുന്നൊരു രീതി തെറ്റിപ്പോയോ? നമ്മൾ ക്രിമിനൽ മനസ്സുള്ള ആളുകളായിരിക്കും. നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കാണുമ്പോൾ ഒരു ഇൻസിഡൻറ്റ് മാത്രമാണ് കാണുന്നത്. ഇങ്ങനെ സംഭവം ഉണ്ടായി, ഫേസ് ക്രീം മാറ്റി അമ്മയെ. പക്ഷെ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പങ്ക് നമ്മുടെ കൂടെയുള്ള ആളുകൾക്കും കൂടി ഉണ്ടാകും.